തമിഴ്നാട് കഴിഞ്ഞ് ഇനി പശ്ചിമ ബംഗാളിലെ സാഹചര്യമാണ്. അവിടുത്തെ രാഷ്ട്രീയ നാടകവും അക്രമ സംഭവങ്ങളൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. രാജിവെക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ദീദി മമതാ ബാനർജി. മമതാ ബാനർജിക്കെതിരെ ഗവർണർ ഭരണഘടനാപരമായ നടപടികൾ സ്വീകരിച്ചേക്കും എന്നതാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരം. അതേസമയം പുതിയ മുഖ്യമന്ത്രിയെ ബിജെപി ഉടൻ തീരുമാനിക്കും. കേന്ദ്ര നിരീക്ഷകനായ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ പാർട്ടി യോഗം ചേരും. ശ്രീനാഥ് ചന്ദ്രനാണ് കൊൽക്കത്തയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മമതാ ബാനർജി പറയുന്ന കാര്യം അതൊരു രാഷ്ട്രീയ നീക്കമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഭരണഘടനാപരമായി ഒരു കാരണവശാലും അത് നിലനിൽക്കില്ല നിലവിലെ സാഹചര്യങ്ങളിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്ന സൂചനകളുണ്ട്. എന്തായിരിക്കും മമതാ ബാനർജിയുടെ മനസ്സിലിരിപ്പ്? ക്രിസ്റ്റീന ജി കെ, ഗുഡ് മോർണിംഗ്. ഏതായാലും മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തോൽവി ഉണ്ടായി. സംസ്ഥാനത്ത് അധികാരം പോയി, തന്റെ മണ്ഡലം പോലും നഷ്ടമായ അവസ്ഥയാണ്. തൽക്കാലം ഒരു MLA പോലും അല്ലാത്ത അവസ്ഥയിലേക്ക് മമതാ ബാനർജി വീണുപോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ മമതയ്ക്ക് മുന്നിൽ എന്താണ് വഴി എന്നതാണ് ചോദ്യം. ഇനിയിപ്പോൾ ഒരു സീറ്റ്, വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സീറ്റിലേക്ക് മത്സരിക്കുക എന്നത് ബുദ്ധിമുട്ടായിരിക്കില്ല. പക്ഷേ അവിടെയും ജയിക്കുക എന്നത് മമതയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഇപ്പോൾ അത്ര എളുപ്പമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. ഇനിയല്ല കേന്ദ്രത്തിലേക്കാണോ മമത MP ആയി മാറുമോ, അഭിഷേക് ബാനർജിയുടെ മണ്ഡലത്തിൽ ഡയമണ്ട് ഹാർബർ പോലെയുള്ള ഒരു ശക്തി കേന്ദ്രത്തിൽ മമത മത്സരിക്കുമോ എന്നതൊക്കെയാണ് രാഷ്ട്രീയ കൗതുകമായി നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ തോൽവി അംഗീകരിക്കാൻ മമതാ ബാനർജി തയ്യാറായിട്ടില്ല. താൻ ഈ തോൽവി അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് മമതാ ബാനർജി പറയുന്നത്. മമതയ്ക്ക് അങ്ങനെ പറയാം, പക്ഷേ ഭരണഘടനാപരമായി മമതയ്ക്ക് അങ്ങനെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തൽക്കാലത്തേക്ക് സാധിക്കില്ല. ഗവർണർക്ക് മറ്റു നടപടികൾ സ്വീകരിക്കാം. ആർട്ടിക്കിൾ 164 പ്രകാരം അങ്ങനെ ഒരു സർക്കാർ തീരുമാനമെടുത്താൽ ആ സർക്കാരിനെ പിരിച്ചുവിടാൻ ഗവർണർക്ക് കഴിയും. മെജോറിറ്റിയുള്ള, ഭൂരിപക്ഷമുള്ള വിഭാഗത്തെ വിളിക്കുകയും അവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്യുക. ഇനി അതൊക്കെ തടയും വിധം പോലീസിനെയും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഒരു പ്രതിസന്ധി മമതാ ബാനർജി സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ പിന്നീട് രാഷ്ട്രപതി ഭരണമടക്കമുള്ള നടപടികൾ മുന്നിലുണ്ട്. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ മമതയ്ക്ക് അധികാരത്തിൽ കടിച്ചു തൂങ്ങാനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലപാടിൽ അധികകാലം മുന്നോട്ട് പോകാനോ കഴിയില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. ഏതായാലും ഈ രാഷ്ട്രീയ സാഹചര്യം ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ മമത ആഗ്രഹിക്കുന്നുണ്ട്. മമത ഒരു ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ്. അതിൽ ഒറ്റയ്ക്ക് ഇനി പോരാടിയിട്ട് കാര്യമില്ല. ഇന്ത്യ ബ്ലോക്കിനെ ഒന്നുകൂടി ശക്തമാക്കണമെന്ന നിലപാടിലേക്ക് മമത മാറുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ ബ്ലോക്ക് നേതാക്കളുമായി സംസാരിച്ച് ഇന്നിപ്പോൾ അഖിലേഷ് യാദവ് കൊൽക്കത്തയിലേക്ക് വരും എന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ ബ്ലോക്കിനെ ശക്തമാക്കി കേന്ദ്രത്തിനെതിരെ നീങ്ങാൻ കഴിയുമോ എന്നത് മമത ആലോചിക്കുകയും ഇതിനകത്ത് അതൊരു വളരെ പ്രധാനപ്പെട്ട നീക്കമായിരിക്കും. കാരണം ഇപ്പോൾ ഇന്ത്യ ബ്ലോക്ക് ശക്തമാക്കുക, അതല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ BJPക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ മുഖങ്ങളിൽ പലതും വലിയ തിരിച്ചടികൾ അതാത് സംസ്ഥാനങ്ങൾ നേരിട്ടു. അതിലൊന്നാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി, 2 തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ, കേരളത്തിൽ പിണറായി വിജയൻ. അങ്ങനെ ആ ദേശീയ തലത്തിൽ അങ്ങനെ ഒരു BJP വിരുദ്ധ കൂട്ടായ്മയുടെ രാഷ്ട്രീയ മുഖം ത്തിന് ചെറിയ പോറലേറ്റ സംഭവങ്ങളാണ് ഈ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നേരത്തെ ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ മമതാ ബാനർജിയെ തള്ളിപ്പറയേണ്ടതല്ല, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ ഗൗരവത്തിൽ കാണണം എന്ന അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രാഷ്ട്രീയ കൂട്ടായ്മ, അതായത് ഇന്ത്യ സഖ്യത്തെയൊക്കെ ശക്തിപ്പെടുത്താൻ മമതാ ബാനർജി ശ്രമിക്കുമ്പോഴും മമത ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഏതെങ്കിലും തരത്തിലൊരു ന്യായീകരണമുണ്ടോ, അതിനൊരു സാധൂകരണമുണ്ടോ? മാത്രമല്ല അത് ഈ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുമെന്നതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ ഗുണം ഈ മമതയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എന്താണ് രാഷ്ട്രീയ നിരീക്ഷകർ എങ്ങനെയാണ് പശ്ചിമ ബംഗാളിലെ സ്ഥിതിഗതികളെ വിലയിരുത്തുന്നത്? ശ്രീനാഥ്. GK, മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ബ്ലോക്കിനെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഏറ്റവും അടുത്തായി മമതാ ബാനർജി ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ഇന്നലെ മമതയുടെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ അത് തന്നെയാണ് കേട്ടത്. ഇന്ത്യ സഖ്യം ശക്തമാക്കി കേന്ദ്രത്തിനെതിരെ നീങ്ങുക എന്നത് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നടന്നതിനേക്കാൾ വലിയ ഒരു തെരഞ്ഞെടുപ്പ് തിരിമറിയാണ് ബംഗാളിൽ നടന്നത് എന്ന് മമത ആവർത്തിക്കുന്നത്. അതിന് പല ആരോപണങ്ങൾ മമത ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇന്നലെ കേട്ടതാണ്. പക്ഷേ അങ്ങനെ നീങ്ങുമ്പോൾ പോലും സംസ്ഥാനത്ത് അധികാരത്തിൽ നിന്ന് മമത പുറത്തുപോയി എന്ന യാഥാർത്ഥ്യം മമതയ്ക്ക് ഉൾക്കൊള്ളേണ്ടി വരും. അതേസമയം പ്രതിപക്ഷത്ത് മമതാ ബാനർജി അധികാരത്തിൽ ഇരിക്കുന്നതിനേക്കാൾ ശക്തയാണ് ഒരുപക്ഷെ പ്രതിപക്ഷത്ത് എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയാറുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് മമത നടത്തിയ സമരങ്ങളും ഒക്കെ തന്നെ ആ തരത്തിൽ മുന്നിലുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ തൃണമൂലിനെ തിരിച്ചു കൊണ്ടുവരിക, അത് ഈ തിരഞ്ഞെടുപ്പുകൾ ജയിച്ച് തിരിച്ചു കൊണ്ടുവരിക മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല. കാരണം ബംഗാളിലെ വോട്ടിംഗ് പാറ്റേൺ അത് ഒരു തരത്തിൽ BJPക്ക് പൂർണ്ണമായി അനുകൂലമായി മാറിയ ഒരു സാഹചര്യമുണ്ട്. അതിൽ ഈ ഹിന്ദു വോട്ടുകളുടെ
ഏകീകരണം, ബംഗാളി അല്ലാത്ത ബംഗാളിലെ വോട്ടർമാരുടെ ഏകീകരണം, ഒപ്പം തന്നെ SIR ഉണ്ടാക്കിയ വോട്ട് വിഭജനം, ഏതാണ്ട് 90 ലക്ഷം വോട്ടർമാരാണ് SIRൽ നിന്ന് പുറത്തായി. അതിൽ തന്നെ അപ്പീൽ നൽകിയ ആളുകൾ അത് ഏതാണ്ട് 30 ലക്ഷത്തോളം വരുന്നുണ്ട്. അത്രയും പേർ പുറത്ത് നിൽക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നതുകൂടി ഓർക്കണം. അതിൽ എന്ത് തീരുമാനം വരും എന്നതുകൂടി ശ്രദ്ധേയമാണ്. മമതാ ബാനർജി മത്സരിച്ച ഭവാനിപ്പൂരിൽ ഏതാണ്ട് 50,000-ത്തിലധികം പേരെങ്കിലും SIR മൂലം പുറത്തു പോയിട്ടുണ്ട്. ഇതൊക്കെ ഒരു തിരിച്ചടിയാണ്. ഈ തിരിച്ചടികളെല്ലാം മറികടന്നാൽ മാത്രമേ ഇനിയിപ്പോൾ സംസ്ഥാനത്ത് ഒരു അധികാരത്തിലേക്ക് മമതാ ബാനർജിക്ക് തിരിച്ചു വരാൻ വേണ്ടി കഴിയുകയുള്ളൂ. ആ ഒരു വലിയൊരു പ്രതിസന്ധി മമതാ ബാനർജിക്ക് മുന്നിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അഗ്രസീവായി ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നേരിടാനാണ് മമതാ ബാനർജി ശ്രമിക്കുന്നത്. മമത പലപ്പോഴും അങ്ങനെ നിലപാടെടുത്തിട്ടുള്ള ഒരു നേതാവാണ്. അതുകൊണ്ടാണ് മമത രാജിവെക്കില്ല, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോറ്റ മുഖ്യമന്ത്രിമാർ രാജിവെക്കുന്നു, അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നു. പക്ഷെ ബംഗാളിൽ അത് അങ്ങനെ വഴങ്ങാൻ മമതാ ബാനർജി ഒരു തരത്തിലും തയ്യാറാകുന്നില്ല. കൃഷ്ണ, എനിക്ക് തോന്നുന്നത് ബംഗാളിലെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് തിരശ്ശീല വീണിട്ടില്ല. അവിടെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ദീദി മുന്നോട്ട് പോകുന്നത്. രാജിവെക്കാൻ ഒരുക്കമല്ല, വലിയ കൃത്രിമം നടന്നിട്ടുണ്ട്, വലിയ വർഗീയ വിഭജനം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ താൻ രാജിവെക്കാൻ ഒരുക്കമല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു മമതാ ബാനർജി. അതെ, എന്തായാലും മമതാ ബാനർജി ഒരു അയൺ ലേഡി എന്നൊരു പ്രതിച്ഛായയുള്ള വ്യക്തിയാണ്. അപ്പൊ അത് ഒന്ന് ഉറപ്പിക്കുക എന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു അഭിപ്രായ പ്രകടനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.